നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായും ശ്രമം ഇപ്പോഴും തുടരുകയാണെന്നും DCC പ്രസിഡന്റ് തങ്കപ്പൻ. ജില്ലയിലെ നെൽകർഷകരുടെ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുകയും താങ്ങുവില 35 ഉയർത്തുകയും മദ്യനയത്തിൽ UDF സർക്കാർ വെള്ളം ചേർക്കില്ലെന്നും DCC അധ്യക്ഷൻ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും തങ്കപ്പൻ. നിർമ്മിതി കേന്ദ്രത്തിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 നിന്ന് 60 ഉയർത്തിയ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പാലക്കാട് കളക്ടറേറ്റിൽ നടന്ന ഗവേണിംഗ് ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൻഷൻ പ്രായം ഉയർത്തുന്നത് തൊഴിൽ രഹിതരായ ലക്ഷക്കണക്കിന് യുവാക്കളോടുള്ള വഞ്ചനയാണെന്നും യൂത്ത് കോൺഗ്രസ്. സാമൂഹ്യ സർവീസ് മേഖലകളിൽ ജനവിരുദ്ധ നയം നടപ്പിലാക്കി വിസ്മയം തീർക്കുന്ന മുന്നറിയിപ്പാണ് VD സതീശൻ സർക്കാർ നൽകുന്നതെന്ന് NGOU സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയം തന്നെയാണ് തുടരുമെന്ന സൂചനയാണ് VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിലെന്നും അജിത് കുമാർ. പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴും പ്രകടന പത്രികയിലും പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ ധവളപത്രത്തിൽ നൽകിയ സൂചനകളെന്നും ആരോപണം. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണമെന്ന് ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ. നെല്ല് സംഭരണത്തിലും തിരിച്ച് സർക്കാരിന് അരി നൽകുന്നതിലും ക്രമക്കേട് കാണിക്കുന്ന മില്ലുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. നെൽകൃഷി ഉപജീവനമായി ജീവിക്കുന്ന പാലക്കാട് ജില്ലയിലെയും പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയിലും കർഷകർ കൃഷി കൊണ്ട് ദുരിതമനുഭവിക്കുകയാണെന്നും നെല്ല് സംഭരണത്തിന് ശേഷം വില ലഭിക്കാതെ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് കർഷകരെ കടക്കണിയിലാക്കുകയാണെന്നും സുമേഷ് അച്യുതൻ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലി വർണ്ണാഭം. വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ സംഘടിപ്പിച്ച ദീപശിഖാ റാലിയിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരന്നു. ആരോഗ്യത്തിനും ആനന്ദത്തിനും കായിക മേഖലയുടെ പ്രശസ്തി വിളിച്ചോതുന്ന റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. തൃശൂർ അത്താണിയിൽ തീവണ്ടി തട്ടി ഷൊർണൂർ സ്വദേശി മരിച്ചു. ഷൊർണൂർ ആനാട്ടുകുളം രോഹിണി നിവാസിൽ 62 വയസ്സുള്ള ജയരാജാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായും ശ്രമം ഇപ്പോഴും തുടരുകയാണെന്നും DCC പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞു. ജില്ലയിലെ നെൽകർഷകരുടെ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുകയും താങ്ങുവില 35 ഉയർത്തുകയും മദ്യനയത്തിൽ UDF സർക്കാർ വെള്ളം ചേർക്കില്ലെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു. PRS കൊടുത്ത നെല്ല് വരെ പുനഃപരിശോധിക്കുവാൻ ചില ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് നെല്ല് സംഭരണം അട്ടിമറിക്കാനാണ്. കുഴൽമന്ദത്തെ ഒരു ഉദ്യോഗസ്ഥൻ ചാക്കിൽ നെല്ല് കുറയ്ക്കാനാണ് കർഷകരോട് ആവശ്യപ്പെട്ടത്. കർഷകർക്ക് കൊടുക്കാനുള്ള പൈസ വൈകിപ്പിക്കുന്നതായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. കേരളത്തിലെ 13 ജില്ലകളിലും സർക്കാർ കർഷകർക്ക് ദേശസാൽകൃത ബാങ്കുകളിലൂടെ പൈസ കൊടുത്തപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രം കോഓപ്പറേറ്റീവ് ബാങ്കിനെയാണ് സംഭരണ വില നൽകാൻ ഏൽപ്പിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച സഹകരണ ബാങ്കുകൾക്ക് ഒരു രേഖയും അന്നത്തെ സംസ്ഥാന സർക്കാർ നൽകിയില്ല. അതോടെ കർഷകർക്ക് പണം കിട്ടാത്ത അവസ്ഥയായി. ഇതിന് പരിഹാരമെന്ന നിലയിൽ മന്ത്രി M ലിജു, കൃഷിമന്ത്രി T സിദ്ദിഖ് എന്നിവരുമായി നടത്തിയ ചർച്ച വിജയം കണ്ടു. നെൽവില നൽകാൻ നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നെ ചുമതലപ്പെടുത്തി. മെയ് 15 വരെയുള്ള PRS തുക പാലക്കാട്ട് കൊടുത്തുവരികയാണ്. അടുത്ത സീസൺ മുതൽ നെല്ല് നൽകി ഒരാഴ്ചക്കകം തുക നൽകാനുള്ള സംവിധാനമാണ് ഉണ്ടാവുകയെന്നും തങ്കപ്പൻ പറഞ്ഞു. ഓരോ ചാക്കിനും 2 കിലോ കമ്മിയാക്കി ഇയാളാരാ പറയാൻ? 2 കിലോ നെല്ല് ഉൽപ്പാദിക്കുന്ന വേദനയൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കുന്ന ആളാണ്. നീ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ഞാൻ കൃഷിക്കാരൻ വന്ന നീ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ? പേരോട് കൃഷിക്കാർ വേദന അറിയാം. ഓരോ ചാക്കിലും 2 കിലോ കമ്മിയാക്കാൻ പറയും. ഇയാളാരാ? ഇയാളിപ്പോ ഉണ്ടാക്കുന്നത് പറയാ ഇയാൾ ഉണ്ടാക്കിയ സംഭവം എന്നറിയോ? അവിടെ കൊടുത്ത PRS കൊടുത്തിട്ടുള്ള നെല്ല് വരെ പരിശോധിക്കാൻ പറയും ഇയാൾ. ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എന്താ പറയുക, പൈസ കൊടുക്കുക, അതൊക്കെ ഡിലേ ആക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾക്കറിയാലോ 13 ജില്ലകളിലും ഗവൺമെൻറ് പൈസ കൊടുത്തപ്പോൾ പാലക്കാട് മാത്രം കോപ്പറേറ്റീവ് ബാങ്കുകൾ അടിച്ച് ഞാൻ പങ്കെടുത്ത 70 കോപ്പറേറ്റീവ് ബാങ്ക് പങ്കെടുത്ത ഒരു പ്രതി ഞാനുണ്ട്. എൻ്റെ ബാങ്ക് പങ്കെടുത്തു. ഞാൻ പൈസ കൊടുക്കാൻ അപ്പോഴേ റെഡിയാണ്. പക്ഷേ വ്യക്തമായ രേഖ ആ ഗവൺമെൻറ് തന്നില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ നെല്ലിന്റെ സംഭരണ വില 35 രൂപയാക്കി മാറ്റും. ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം വീര്യം കുറഞ്ഞ മദ്യം പദ്ധതി യാഥാർത്ഥ്യമാവില്ലെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതാണ്. മുന്നണിയിലും സർക്കാരിലും വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയുള്ളൂ. നീറ്റ് പരീക്ഷയിൽ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണ്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും തങ്കപ്പൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി B രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മിതി കേന്ദ്രത്തിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 നിന്നും 60 ഉയർത്തിയ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പാലക്കാട് കളക്ടറേറ്റിൽ നടന്ന ഗവേണിംഗ് ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പെൻഷൻ പ്രായം ഉയർത്തുന്നതിന്
തൊഴിൽ രഹിതരായ ലക്ഷക്കണക്കിന് യുവാക്കളോടുള്ള വഞ്ചനയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കൂടാതെ നിർമ്മിതി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ അഴിമതികൾക്ക് ജില്ലാ കളക്ടർ ഒത്താശ ചെയ്യുകയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഗവേണിംഗ് ബോഡി യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നാടകീയമായ തള്ളിക്കയറ്റം. യോഗ നടപടികൾ തടസ്സപ്പെടുത്തിയ പ്രവർത്തകർ യോഗം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സംഘം പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. യുവജനങ്ങളുടെ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഇത്തരം ജനവിരുദ്ധ തീരുമാനങ്ങളിൽ നിന്നും അധികൃതർ പിന്തിരിയണം. നിർമ്മിതി കേന്ദ്രത്തിലെ അഴിമതികൾക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ആവശ്യപ്പെട്ടു. മുൻ ജില്ലാ കളക്ടർ മാധവിക്കുട്ടിയുടെ കാലത്താണ് നിർമ്മിതി കേന്ദ്ര ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനമെടുത്തത്. സംസ്ഥാന സെക്രട്ടറി ജിതേഷ് നാരായണൻ, ജില്ലാ ഭാരവാഹികളായ PT അജ്മൽ, ശ്യാം ദേവദാസ്, ആകാശ് കുഴൽമന്ദം, സിയ ഹുൾഗബ്, ജീവൻ എരിമയൂർ, അഭിലാഷ് മാത്തൂർ, അമിത് അൻഫൽ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 35 രൂപയാക്കണമെന്ന് ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. നെല്ല് സംഭരണത്തിലും തിരിച്ച് സർക്കാരിന് അരി നൽകുന്നതിലും ക്രമക്കേട് കാണിക്കുന്ന മില്ലുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. നെൽകൃഷി ഉപജീവനമായിരിക്കുന്ന പാലക്കാട് ജില്ലയെയും പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയിലും കർഷകർ കൃഷി കൊണ്ട് അനുഭവിക്കുന്നത് ദുരിതം മാത്രമാണെന്നും സപ്ലൈകോ നെല്ല് സംഭരിച്ചതിന് ശേഷം വില ലഭിക്കാനായി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് കർഷകരെ കടക്കണിയിലാക്കുകയാണെന്നും നിയമസഭയിൽ സുമേഷ് അച്യുതൻ പറഞ്ഞു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിച്ച സമയങ്ങളിൽ കഴിഞ്ഞ LDF സർക്കാർ ഉൽപാദന ബോണസ് വെട്ടിക്കുറച്ചതും സഹകരണ സംഘത്തിലൂടെ വില നൽകാനുള്ള തീരുമാനം കർഷകരെ ദുരിതത്തിലാക്കി. വെള്ളനെല്ല് സംഭരിക്കുന്ന മില്ലുകാർ ക്വിന്റലിന് 3-4 കിലോ കുറയ്ക്കുന്നത് കർഷകരുടെ അധ്വാനത്തിലുള്ള പ്രതിഫലം കുറയ്ക്കുന്ന നടപടിയാണ്. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിന് പകരം ആനുപാതികമായി അരി നൽകുന്നതിൽ ചില മില്ലുകാർ കൃത്രിമത്വം നടത്തുന്നുണ്ട്. ഗുണമേന്മയുള്ള പാലക്കാടൻ മട്ടയുടെ അരി വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കുന്ന ഇത്തരം മില്ലുകാർ സർക്കാരിലേക്ക് നൽകുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ അരിയാണ്. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഇത്തരം മില്ലുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ സർക്കാർ സ്വത്വ നടപടികൾ സ്വീകരിക്കണമെന്നും MLA സുമേഷ് അച്യുതൻ സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ കർഷകർ വിയർപ്പൊഴുക്കി ഉൽപ്പാദിപ്പിച്ച് നെല്ല് സപ്ലൈകോ സംഭരിച്ച ശേഷം അതിന്റെ വില യഥാക്രമം നൽകാത്തതിനാൽ കർഷകർ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വിലയിറക്കാൻ കഴിഞ്ഞത്. പലരും കൃഷി തന്നെ ഉപേക്ഷിച്ചു. UDF അധികാരത്തിലേറിയ ഉടൻ നെല്ലുവില നൽകുന്നതിലെ തടസ്സങ്ങൾ നീക്കി ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത് പാലക്കാടിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കേന്ദ്രം നെല്ലുവില കൂട്ടുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനം കുറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അടുത്ത സീസൺ മുതൽ കർഷകന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവന്റെ അധ്വാനത്തിന് ഉയർന്ന പ്രതിഫലം ലഭിക്കണം. അത് കിലോയ്ക്ക് ഒരു 35 രൂപയെങ്കിലും ആക്കി കിട്ടിയാലേ നെൽകർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് അരിയാക്കി തിരിച്ചു നൽകുകയാണ് മില്ലുടമകളുടെ ചുമതല. പാലക്കാടൻ മട്ടയ്ക്ക് ഇന്ന് ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ മൂല്യമുണ്ട്. പാലക്കാട്ടിൽ നിന്ന് ഉമ, ജ്യോതി, കാഞ്ചന എന്നീ മട്ടനെല്ലുകൾ സംഭരിച്ച് ഉയർന്ന വിലയ്ക്ക് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുകയും പകരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മട്ടയരി സപ്ലൈകോയ്ക്ക് തിരിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളനെല്ല് സംഭരിക്കുമ്പോൾ കിൻഡലിന് 2 കിലോയും 3 കിലോയും വരെ കുറച്ചാണ് അളവ് വയ്ക്കുന്നതെന്ന പരാതിയുണ്ട്. ഇത് പരിശോധിച്ച് അത്തരത്തിലുള്ള മില്ലുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടിയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമൂഹ്യ സർവീസ് മേഖലകളിൽ ജനവിരുദ്ധ നയം നടപ്പിലാക്കി വിസ്മയം തീർക്കുന്ന മുന്നറിയിപ്പാണ് VD സതീശൻ സർക്കാർ നൽകുന്നതെന്ന് NGOU സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് നയം തന്നെ തുടരുന്ന സൂചനയാണ് VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിലെന്നും അജിത് കുമാർ പറയുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പ്രകടന പത്രികയിലും പറഞ്ഞ കാര്യങ്ങൾ വിരുദ്ധമായാണ് സർക്കാർ ധവളപത്രത്തിൽ നൽകിയ സൂചനകളെന്നും അജിത് കുമാർ കൂട്ടിച്ചേർത്തു. ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് FSCTO പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജീവനക്കാരുടെ അവകാശങ്ങളിൽ വിസ്മയം തീർക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ സർക്കാർ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൗനം പാലിച്ചു. ഇടതു സർക്കാർ അധികാരത്തിലിരുന്ന 10 വർഷത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് സ്ഥലം മാറ്റവും പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തിയതെങ്കിൽ സർവീസ് മേഖലയിൽ രാഷ്ട്രീയ പകപോക്കലാണ് ഇന്ന് നടക്കുന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ഇല്ലാതാക്കി വിസ്മയം തീർക്കാമെന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ മോഹം നടക്കില്ലെന്നും അജിത് കുമാർ പറഞ്ഞു. 102 സീറ്റോടുകൂടി UDF ഗവൺമെന്റ് ടീം UDF അധികാരത്തിൽ വന്നത് എന്നാണ് അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നാണോ ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്? തൊഴിലാളികൾ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ഭരണ നടപടികളാണോ അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ജീവനക്കാരുടെ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും തന്നെ സംരക്ഷിക്കപ്പെടാൻ എന്തെങ്കിലും സമീപനമുണ്ടോ എന്ന സംശയവും ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലുള്ള ഭരണ നടപടിയുടെ ഭാഗമായി ഉണ്ടായിക്കഴിഞ്ഞു. FSETO ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺകുമാർ, KGOA സംസ്ഥാന കമ്മിറ്റി അംഗം സൈതരവി, NGOU ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ, KP ബിന്ദു, മേരീസിൽ വർസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ അത്താണിയിൽ തീവണ്ടി തട്ടി ഷൊർണൂർ സ്വദേശി മരിച്ചു. ഷൊർണൂർ ആനാട്ടുകുളം രോഹിണി നിവാസിൽ 62 വയസ്സുള്ള ജയരാജാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ടൗണിലേക്കാണെന്ന് പറഞ്ഞാണ് ജയരാജൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. തുടർന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്നു. അത്താണിയിൽ വെച്ച് ട്രെയിനിൽ നിന്നും വീണതാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം പോലീസ് ജയരാജന്റെ വീട്ടുകാരെ അറിയിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8ാം ഘട്ടത്തിന് തുടക്കമായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായത് നഗരസഭാ ചെയർപേഴ്സൺ പി. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ, ഷൊർണൂർ വെറ്റിനറി ഹോസ്പിറ്റൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8ാം ഘട്ടത്തിന് തുടക്കമായത്. ചുടുകാലത്തൂരിലെ ഒരു ഫാമിൽ വെച്ചായിരുന്നു 8ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ദേശീയ കുളമ്പ് രോഗ പ്രതിരോധ യജ്ഞമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ക്ഷീരമേഖല വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള തീറ്റ സാമഗ്രികൾ, അതുപോലെ തന്നെ അതിൻ്റെ മരുന്ന് എല്ലാമായിട്ട് കർഷകർക്ക് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വരുന്നൊരു മേഖലയാണ് ക്ഷീരമേഖല. അതിൻ്റെ ഇടയിൽ അസുഖങ്ങൾ കൂടി വരികയാണെങ്കിൽ കർഷകർ വളരെയധികം പ്രതിസന്ധിയിലാവും. എന്താ വെച്ചാൽ ആ ഒരു ഉരുപ്പിടി നഷ്ടപ്പെടുന്നതോടുകൂടി അവരുടെ ഒരു നല്ല വരുമാന സ്രോതസ്സാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിന് അസുഖം വരാതെ കാത്തു സംരക്ഷിക്കേണ്ടത് ഓരോ കർഷകൻ്റെയും, അതുപോലെ തന്നെ അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ നഗരസഭയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അതിനോട് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ വിനോദ്, വെറ്റിനറി ഡോക്ടർ ഷാലി, ക്ഷീരകർഷകനായ വിനോദ് എന്നിവർ സംസാരിച്ചു. ജൂലൈ 13 വരെയാണ് 8ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 15 വയസ്സിന് താഴെയുള്ളവർക്കായി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാടാനാകുറിശി സ്വദേശി ആരോൺ വാഴക്കുട്ടിലും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലംകോട് സ്വദേശി അർഷിത നിഷാന്തും ജേതാക്കളായി. ഇരു വിഭാഗങ്ങളിലും 1 മുതൽ 4 വരെ സ്ഥാനങ്ങളിൽ എത്തിയവർക്ക് കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള യോഗ്യത നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇ. ആദവൻ ഗോവിന്ദാപുരം 2ാം സ്ഥാനവും, കെ. പ്രണവ് കടമ്പഴിപ്പുറം 3ാം സ്ഥാനവും, ധ്രുവത് വൈ രാജീവ് തേനൂർ 4ാം സ്ഥാനവും നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ YM ഇശൽ, വി. അയന സരോജ് കാർമണ്ണ, S. സിദ്ധ പാലക്കാട് എന്നിവരാണ് യഥാക്രമം 2 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങൾക്ക് അർഹമായത്. ഇരു വിഭാഗത്തിലും 1 മുതൽ 4 വരെ സ്ഥാനങ്ങളിലെത്തിയവർക്ക് കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കാം. 7 മുതൽ 13 വയസ്സുവരെയുള്ളവരുടെ വിവിധ വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടത്തി. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം സീനിയർ അധ്യാപകൻ MK രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഓൾ പാലക്കാട് ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി MS ഗോപി മോഹൻ അധ്യക്ഷത വഹിച്ചു. ചെസ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MS ഗോവിന്ദൻകുട്ടി സംസാരിച്ചു. കായികാധ്യാപിക ശ്രീലത വാസു, ചെസ് പരിശീലകൻ PG മുരളീധരൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫിഡ ആർബിറ്റർ AP വേണുഗോപാൽ മത്സരം നിയന്ത്രിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ റാലി സംഘടിപ്പിച്ചു. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ സംഘടിപ്പിച്ച ദീപശിഖ റാലിയിൽ ദേശീയ സംസ്ഥാന താരങ്ങളും അണിനിരന്നു. ആരോഗ്യത്തിനും ആനന്ദത്തിനും കായിക മേഖലയുടെ പ്രശസ്തി വിളിച്ചോതുന്നതായിരുന്നു റാലി. റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നിരവധി ഒളിമ്പിക് താരങ്ങൾ, ദേശീയ കായിക താരങ്ങൾ, ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികൾ അണിനിരന്നുകൊണ്ട് നടക്കുന്ന ദീപശിഖ പ്രയാണം ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്നു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ജില്ലാ പോലീസ് മേധാവി എ അബ്ദുൾ റാഷി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ന് ലോകവ്യാപകമായിട്ട് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് തന്നെ പാലക്കാട് ജില്ലാ ഒളിമ്പിക്സ് കമ്മിറ്റി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ദീപശിഖ പ്രയാണം ഇവിടെ നിന്ന് തുടങ്ങിയാണ്. ഇതിൽ എന്നെ വിളിച്ചത് വളരെ സന്തോഷമുണ്ട്. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വളരെ സന്തോഷപൂർവ്വം ആ ചടങ്ങിലേക്ക് വരികയാണ്. ഒളിമ്പിക്സിൻ്റെ മറ്റ് സ്പോർട്സ് മേഖലകളിലൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ ഏറ്റവും ആവശ്യമായ ഘടകമാണ് കായികം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെ പ്രോത്സാഹനങ്ങളും എല്ലാവരുടെ ആശംസകളും അർപ്പിക്കുകയാണ്. കൂടുതൽ എത്തിക്കുന്നില്ല. നിങ്ങളെല്ലാവരും അതിനകത്തോടുകൂടി ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവുകയാണ്. ഒളിമ്പ്യൻ ടിൻഡു ലുക്ക, ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ, ഏഷ്യൻ ഗെയിംസ് ജേതാവും കായിക താരവുമായ PU ചിത്ര എന്നിവർ ദീപശിഖ പ്രയാണത്തിന്റെ മുൻനിരയിൽ അണിനിരന്നു. ജില്ലയിൽ നിന്നും 2025-26 കാലഘട്ടത്തിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത കായിക താരങ്ങൾ, NSS വോളണ്ടിയർമാർ, NCC കേഡറ്റുകൾ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൂൾ വിദ്യാർത്ഥികൾ, കായിക അസോസിയേഷനുകൾ, കായിക താരങ്ങൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. കോട്ടമൈതാനത്ത് സമാപിച്ച റാലി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സരിത, പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ P സ്മിതേഷ്, ജില്ലാ കളക്ടർ K സുധീർ, ADM അബ്ദുൾ ലത്തീഫ്, പാലക്കാട് എക്സൈസ് കമ്മീഷണർ TN സുധീർ, DDETM സലീന BV എന്നിവർ മുഖ്യാതിഥികളായി. ഒളിമ്പിക്സ് അസോസിയേഷൻ ഭാരവാഹികളായ പാലക്കാട് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് P രാജേഷ്, സെക്രട്ടറി KE ബൈജു, ട്രഷറർ KC പ്രീത്, ജോയിന്റ് സെക്രട്ടറി ജമീൽ കുമാർ, സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഖാസിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായും ശ്രമം ഇപ്പോഴും തുടരുകയാണെന്നും DCC പ്രസിഡന്റ് തങ്കപ്പൻ. ജില്ലയിലെ നെൽകർഷകരുടെ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുകയും താങ്ങുവില 35 ഉയർത്തുകയും മദ്യനയത്തിൽ UDF സർക്കാർ വെള്ളം ചേർക്കില്ലെന്നും DCC അധ്യക്ഷൻ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും A തങ്കപ്പൻ. നിർമ്മിതി കേന്ദ്രത്തിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 നിന്ന് 60 ഉയർത്തിയ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പാലക്കാട് കളക്ടറേറ്റിൽ നടന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൻഷൻ പ്രായം ഉയർത്തുന്നത് തൊഴിൽ രഹിതരായ ലക്ഷക്കണക്കിന് യുവാക്കളോടുള്ള വഞ്ചനയാണെന്നും യൂത്ത് കോൺഗ്രസ്. സാമൂഹ്യ സർവീസ് മേഖലകളിൽ ജനവിരുദ്ധ നയം നടപ്പിലാക്കി വിസ്മയം തീർക്കുന്ന മുന്നറിയിപ്പാണ് VD സതീശൻ സർക്കാർ നൽകുന്നതെന്ന് NGOU സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയം തന്നെയാണ് തുടരുമെന്ന സൂചനയാണ് VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിലെന്നും അജിത് കുമാർ. പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴും പ്രകടന പത്രികയിലും പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ ധവളപത്രത്തിൽ നൽകിയ സൂചനകളെന്നും ആരോപണം. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണമെന്ന് ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ. നെല്ല് സംഭരണത്തിലും തിരിച്ച് സർക്കാരിന് അരി നൽകുന്നതിലും ക്രമക്കേട് കാണിക്കുന്ന മില്ലുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. നെൽകൃഷി ഉപജീവനമായി ജീവിക്കുന്ന പാലക്കാട് ജില്ലയിലെയും പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയിലും കർഷകർ കൃഷി കൊണ്ട് ദുരിതമനുഭവിക്കുകയാണെന്നും നെല്ല് സംഭരണത്തിന് ശേഷം വില ലഭിക്കാതെ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് കർഷകരെ കടക്കണിയിലാക്കുകയാണെന്നും സുമേഷ് അച്യുതൻ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലി വർണ്ണാഭം. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ സംഘടിപ്പിച്ച ദീപശിഖ റാലിയിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരന്നു. ആരോഗ്യത്തിനും ആനന്ദത്തിനും കായിക മേഖലയുടെ പ്രശസ്തി വിളിച്ചോതുന്ന റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. തൃശൂർ അത്താണിയിൽ തീവണ്ടി തട്ടി ഷൊർണൂർ സ്വദേശി മരിച്ചു. ഷൊർണൂർ ആനാട്ടുകുളം രോഹിണി നിവാസിൽ 62 വയസ്സുള്ള ജയരാജാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. രാത്രി 9 മണിക്ക് നമസ്കാരം.